പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ അടിസ്ഥാന വേദപുസ്തക ഉപദേശങ്ങൾ എന്ന വിഷയം സംബന്ധിച്ച് പരിശുദ്ധാത്മ സ്നാനം എന്നതിനെക്കുറിച്ച് കൃത്യമായി വിവരിച്ച് പറയുകയുണ്ടായി. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗം ഇന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ അവസരമാകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏവർക്കുമായിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സാധാരണ പോലെ ഇന്നും ഒരു ഗാനത്തിൻ്റെ അടികൾ പാടിക്കൊണ്ട് ഈ വിഷയം തുടർന്ന് സംസാരിപ്പാൻ ഇടയാകണമേ. പ്രാർത്ഥന നിങ്ങളോടെല്ലാവരോടും ചോദിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനേ, പരിശുദ്ധനേ, പരിശുദ്ധാത്മാവിനുറവിടമേ, പകരുക അടിയങ്ങൾക്ക് അനുഗ്രഹം മഴ പോൽ, അനുഗ്രഹ കടലേ അഖിലേശ. പകരുക അടിയങ്ങൾക്ക് അനുഗ്രഹം മഴ പോൽ, അനുഗ്രഹ കടലേ അഖിലേശ. പരിശുദ്ധനേ, പരിശുദ്ധനേ, പരിശുദ്ധാത്മാവിനുറവിടമേ, പരിശുദ്ധനേ, പരിശുദ്ധനേ, പരിശുദ്ധാത്മാവിനുറവിടമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമേ, വാഗ്ദത്തമേ, വാഗ്ദത്തം പകരുക നിൻ ഭക്തർമേൽ, വാഗ്ദത്തം പകരുക നിന്തിരു മുൻപിൽ, ആശയായി ആവലായി വന്നവർ മേൽ, വാഗ്ദത്തം പകരുക നിന്തിരു മുൻപിൽ, ആശയായി ആവലായി വന്നവർ മേൽ. പരിശുദ്ധനേ, പരിശുദ്ധനേ, പരിശുദ്ധാത്മാവിനുറവിടമേ, പകരുക അടിയങ്ങൾക്ക് അനുഗ്രഹം മഴ പോൽ, അനുഗ്രഹ കടലേ അഖിലേശ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴുകണമേ, കഴുകണമേ, പരിശുദ്ധ രക്തത്താൽ കഴുകണമേ, ദേഹവും ദേഹിയും ആത്മാവും ഒരുപോൽ വിശുദ്ധമായി തീരുവാൻ കഴുകണമേ, ദേഹവും ദേഹിയും ആത്മാവും ഒരുപോൽ വിശുദ്ധമായി തീരുവാൻ കഴുകണമേ. പരിശുദ്ധനേ, പരിശുദ്ധനേ, പരിശുദ്ധാത്മാവിനുറവിടമേ, പകരുക അടിയങ്ങൾക്ക് അനുഗ്രഹം മഴ പോൽ, അനുഗ്രഹ കടലേ അഖിലേശ. പകരുക അടിയങ്ങൾക്ക് അനുഗ്രഹം മഴ പോൽ, അനുഗ്രഹ കടലേ അഖിലേശ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാക്കി ഭാഗം പിന്നാലെ പാടി സ്തോത്രം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മ സ്നാനം. ആമേൻ. വളരെ വിശുദ്ധമായ ഒരു വിഷയവും അതിനെ സംബന്ധിച്ച് അനേക കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞ ഭാഗത്തിൽ സംസാരിപ്പാൻ ഇടയായി. നമ്മൾ ഓരോന്നും ഭാഗമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതായത് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ തൽക്ഷണ പ്രത്യക്ഷമാകുന്ന അടയാളമാണ് അന്യഭാഷാ ഭാഷണം. എങ്കിലും ഈ അന്യഭാഷയും ഭാഷാവരവും ഒന്നാണോ എന്ന വിഷയമാണ് ഇനി പരിശോധിക്കാനുള്ളത്. ഭാഷാവരത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ എന്നൊരു ആരോപണം നിലവിലുണ്ട്. പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അന്യഭാഷാ ഭാഷണവും ഭാഷാവരവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വിശദീകരിക്കാം. 1 കൊരിന്ത്യർ 12 9 തരം കൃപാവരങ്ങളെ കുറിച്ച്
പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, ഭാഷാവരം, ഭാഷകളുടെ വ്യാഖ്യാനം എന്നിവയാണ് ഈ 9 കൃപാവരങ്ങൾ. ഈ വരങ്ങളെല്ലാം ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കണമെന്നില്ല, ലഭിക്കുന്നതിന് തടസ്സവുമല്ല. എല്ലാം ദൈവാത്മാവാണ് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു വിശ്വാസിയിൽ ഈ വരങ്ങളെല്ലാം ഒരളവിൽ ഉണ്ടായിരിക്കും എന്നതാണ് വസ്തുത. ദൈവ പൈതൽ ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും ഉള്ളവനായിരിക്കും. പക്ഷേ അവ കൃപാവരമായി ലഭിച്ചവരിൽ ഒരളവിലധികം ഉണ്ടായിരിക്കുമെന്ന് മാത്രം. ആമേൻ. വിശ്വാസത്തിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെ. എല്ലാ ദൈവമക്കൾക്കും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ അവരെ വിശ്വാസികളെന്ന് വിളിക്കുന്നത്. പക്ഷേ ചിലർക്ക് കൃപാവരം എന്ന നിലയ്ക്ക് വിശ്വാസം ലഭിക്കും. ആമേൻ. ഇങ്ങനെയുള്ളവർ വിശ്വാസത്താൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മലകളെ നീക്കുവാൻ മതിയായ വിശ്വാസം എന്നൊക്കെ പറയുന്ന ഇതാണ്. ഏത് വിശ്വാസിക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചിലപ്പോൾ രോഗി സൗഖ്യമാകും. പക്ഷേ രോഗശാന്തി എന്ന കൃപാവരം ലഭിച്ചവർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത രോഗശാന്തി ഉണ്ടാകും. എല്ലാ വിശ്വാസിക്കും വീര്യപ്രവൃത്തികൾ അല്ലെങ്കിൽ വിശ്വാസത്താൽ നടത്താൻ കഴിയും. പക്ഷേ വീര്യപ്രവൃത്തികളുടെ കൃപാവരമുള്ളവർക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെല്ലാം ഒരർത്ഥത്തിൽ പ്രവാചകരാണ്. പക്ഷേ പ്രവചനവരം ലഭിച്ചവർ അസാധാരണമായ വിധത്തിൽ പ്രവചിക്കും. അതുപോലെ എല്ലാ ദൈവമക്കൾക്കും ആത്മാക്കളെ വിവേചിക്കാൻ കഴിയും. പക്ഷേ ആത്മാക്കളുടെ വിവേചനം എന്ന വരം ലഭിച്ചവർക്ക് ആത്മാക്കളെ വിവേചിക്കാനുള്ള അസാധാരണമായ കഴിവുണ്ടായിരിക്കും. ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു വ്യത്യസ്തത, വസ്തുത ഉണ്ട്. കൃപാവരങ്ങളായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവയെല്ലാം വിശ്വാസികളിൽ ഒരളവോളം ഉണ്ടായിരിക്കും. പക്ഷേ കൃപാവരം എന്ന നിലയ്ക്ക് ഇവ ലഭിക്കുമ്പോൾ കൂടിയ അളവിൽ ഉപയോഗിക്കാൻ കഴിയും. അന്യഭാഷയുടെ കാര്യവും ഇത് തന്നെ. ഹല്ലേലൂയ. കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ അന്യഭാഷ എന്നൊന്നില്ല എന്ന വസ്തുത ഏവരും ശ്രദ്ധിക്കണം. വിവിധ ഭാഷകളുടെ വരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ആമേൻ. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അന്യഭാഷ എന്നത് വിവിധ ഭാഷകളുടെ വരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുവൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോൾ ഒരു അന്യഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. ഇത് കൃപാവരമല്ല. പക്ഷേ കൃപാവരം എന്ന നിലയ്ക്ക് ഭാഷാവരം ലഭിക്കുന്നവർ ഒരു അന്യഭാഷയിലല്ല, വിവിധ ഭാഷകളിൽ സംസാരിക്കും. ഉച്ചാരണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് വിവിധ ഭാഷകളാണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും പറയാം. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ വിവിധ ഭാഷകളുടെ വരം ലഭിക്കാറുള്ളൂ. മറ്റ് കൃപാവരങ്ങളും എല്ലാ വിശ്വാസിക്കും ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്: എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിയിലുള്ള വരം ഉണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ എന്ന് 1 കൊരിന്ത്യർ 12 അധ്യായം 29-ലും 30-ലും നമ്മൾ വായിക്കുന്ന വാക്കുകൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. ഈ പറഞ്ഞവയെല്ലാം കൃപാവരങ്ങളാണ്. അതുകൊണ്ട് ഇവയെല്ലാം ഒരു വിശ്വാസിക്ക് കിട്ടിയേ മതിയാകൂ എന്നില്ല. ഉദാഹരണത്തിന്, വിശ്വാസമില്ലാതെ വിശ്വാസി ആകില്ല. പക്ഷേ വിശ്വാസം എന്ന കൃപാവരം എല്ലാ വിശ്വാസിക്കും ലഭിച്ചേ മതിയാകൂ എന്നില്ല. ഏത് വിശ്വാസി പ്രാർത്ഥിച്ചാലും രോഗം സൗഖ്യമായെന്ന് വരാം. പക്ഷേ രോഗശാന്തി എന്ന കൃപാവരം ആ വിശ്വാസിക്കുണ്ടെന്നതിൻ്റെ തെളിവല്ല അത്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോൾ വിശ്വാസിക്ക് ഒരു അനുഭവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
വിശ്വാസിക്ക് ഒരു അനുഭവം, ആമീൻ, അനുഭവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. വിശ്വാസി ഒരു ഭാഷയിൽ സംസാരിക്കുമെങ്കിലും വിവിധ ഭാഷകളുടെ വരം എല്ലാവർക്കും ലഭിക്കാറില്ല. ചുരുക്കത്തിൽ എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നില്ല, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമില്ല, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നില്ല, എല്ലാവരും വ്യാഖ്യാനിക്കുന്നില്ല. ഈ കൃപാവരങ്ങളൊക്കെ വിശ്വാസികൾ പ്രത്യേകമായി പ്രാപിക്കേണ്ടതാണ്. ഇവ ലഭിക്കാനായി ദൈവമക്കൾ വാഞ്ചിക്കുന്നതിൽ തെറ്റില്ല. ആമേൻ. വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായി പറഞ്ഞവയിൽ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കുന്ന വ്യക്തികൾ അന്യഭാഷയെ സംസാരിക്കാൻ തുടങ്ങും. ഇത് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ തൽക്ഷണം പ്രത്യക്ഷമാക്കുന്ന അടയാളമാണ്. ഈ അന്യഭാഷാ ഭാഷണം സാരത്തിൽ ഒന്നാണെങ്കിലും ഉപയോഗത്തിലും പ്രയോഗത്തിലും ഭാഷാപരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നീ വിഷയങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗം അല്പം കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അന്യഭാഷയുടെ ഉപയോഗം എന്ത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും മാതൃഭാഷ ഉപയോഗിക്കാമെന്നിരിക്കെ ശ്രോതാക്കൾക്ക് മനസ്സിലാകാത്ത അന്യഭാഷ ഉപയോഗിക്കുന്നത് എന്തിന്? ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിവിധ തരം അന്യഭാഷകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അന്യഭാഷ ഉൾപ്പെടെയുള്ള കൃപാവരങ്ങളെ കുറിച്ച് വിശദീകരിച്ച ശേഷം പൗലോസ് പ്രകാരം പറയുന്നു: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. 1 കൊരിന്ത്യർ 13:1 അന്യഭാഷകളെ മനുഷ്യന്റെ ഭാഷ, ദൂതന്മാരുടെ ഭാഷ, അമാനുഷിക ഭാഷ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി പൗലോസ് തിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് നാളിൽ ചിലർക്ക് അന്യഭാഷ മനസ്സിലായത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇവിടെയുണ്ട്. അന്ന് അന്യഭാഷകളിൽ സംസാരിച്ചവരിൽ ചിലർ ഭൂമിയിലുള്ള ചില ഭാഷകളാണ് സംസാരിച്ചത്. അന്യദേശങ്ങളിൽ നിന്ന് വന്നവർക്ക് ആ ഭാഷ മനസ്സിലായി, എന്നാൽ ആ ദേശത്തുള്ളവർക്ക് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പുതുവീഞ്ഞ് കുടിച്ച് ബഹളമുണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് അവർ പരിഹസിക്കാൻ ഇടയായത്. മറ്റൊരു മാനദണ്ഡം ഉപയോഗിച്ചും അന്യഭാഷകളെ 2 ഗ്രൂപ്പുകളാക്കാം. ആമേൻ. 1, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ 14:2 ആമീൻ. ഈ വിധത്തിലുള്ള അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയല്ല, സ്വന്തം ആത്മീയ വർധനവിന് വേണ്ടിയാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. ആമേൻ. 1 കൊരിന്ത്യർ 14:4 അത് നാം വായിക്കുന്നു. അതുകൊണ്ട് സഭയിൽ ഇരുന്ന് ഇത്തരം അന്യഭാഷ പറയുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണം. അഥവാ പറഞ്ഞേ മതിയാവൂ എന്നുണ്ടെങ്കിൽ വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കാതെ മറ്റാർക്കും ശല്യമുണ്ടാക്കാതെ പറയണം. വ്യാഖ്യാനിക്കില്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോട് ദൈവത്തോടും സംസാരിക്കട്ടെ എന്ന് 1 കൊരിന്ത്യർ 14:28 നാം വായിക്കുന്നു. മറ്റ് ശുശ്രൂഷകൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന വിധത്തിൽ അന്യഭാഷ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നവരും മൈക്കിൽ കൂടി അന്യഭാഷ പറയുന്നവരും മറ്റും ഈ നിർദ്ദേശം ഗൗരവത്തിലെടുക്കണം. ആമീൻ. പ്രൈസ് ദി ലോർഡ്.
ഒരു പ്രാർത്ഥനാ ഭാഷ എന്ന നിലയ്ക്ക് അന്യഭാഷ ഉപയോഗിക്കാം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അബലമായിരിക്കുന്നു. ആകയാൽ ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. 1 കൊരിന്ത്യർ 14 ആമേൻ 14 മുതൽ 15 വരെ 14ഉം 15ഉം വാക്യങ്ങൾ. വിശ്വാസികൾക്ക് സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കാമെന്നിരിക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് എന്തിന്? ഈ ചോദ്യത്തിന് ബൈബിളിൽ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. എങ്കിലും ഒരു സൂചന തരാതിരിക്കുന്നില്ല. ആമീൻ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാതെ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ആമേൻ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ ആമേൻ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 8:26 27 വാക്യം വായിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ നാം അന്യഭാഷയിൽ സംസാരിക്കുന്നത് ആത്മീയ വർധനയ്ക്ക് സഹായകമാകും. അങ്ങനെ ചെയ്യേണ്ടതുമാണ്. ഹല്ലേലൂയ. എന്നാൽ സഭായോഗങ്ങളിൽ അന്യഭാഷ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ആമേൻ. രണ്ടാമതായി പറയുവാൻ കഴിയുന്നത് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന അന്യഭാഷ. ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അന്യഭാഷയാണ് രണ്ടാമത്തെ ഇനം. ഇത്തരം ഒരു അന്യഭാഷ ഉണ്ടെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ. പൗലോസ് പറയുന്നു, അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 14:21 അത് വായിക്കുന്നു. അന്യഭാഷ വ്യാഖ്യാനിക്കാൻ വരം ലഭിച്ചവർ വ്യാഖ്യാനിക്കുന്നത് ഈ വിധത്തിലുള്ള അന്യഭാഷയാണ്. പ്രവചനത്തിന് തുല്യമായ ഒരു കൃപാവരമാണ് അന്യഭാഷാ വ്യാഖ്യാനം. ആമീൻ. ഈ കൃപാവരം 2 വിധത്തിൽ ഉപയോഗിക്കാം. അന്യഭാഷ പറയുന്ന വ്യക്തി തന്നെ അത് വ്യാഖ്യാനിക്കുന്നതാണ് ഒരു രീതി. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ആമീൻ. 1 കൊരിന്ത്യർ 14:13 അത് നാം വായിക്കുന്നു. ഒരു വ്യക്തി അന്യഭാഷ പറയുകയും മറ്റൊരാൾ അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ രീതി. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. ആമേൻ. 1 കൊരിന്ത്യർ 14:27 നാം അത് വായിക്കുന്നു. അന്യഭാഷാ വ്യാഖ്യാനം എന്നത് പ്രവചനവുമായി സാമ്യമുള്ള കൃപാവരമാണ്. 1 കൊരിന്ത്യർ 14:23 മുതൽ 33 വരെ. ഹല്ലേലൂയ. സ്തോത്രം. ഫലത്തിൽ 2ഉം ഒന്ന് തന്നെ. പ്രവചിക്കാൻ അന്യഭാഷ പറയണമെന്നില്ല. പക്ഷേ അന്യഭാഷ വ്യാഖ്യാനിക്കാൻ അന്യഭാഷ പറയാതെ പറ്റിയില്ലല്ലോ. ആമീൻ. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. വിവിധ തരം കൃപാവരങ്ങളെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. ഒരു വിശ്വാസിക്ക് ഈ കൃപാവരങ്ങളെല്ലാം കിട്ടിയേ മതിയാകൂ എന്നില്ല. എല്ലാ കൃപാവരങ്ങളും കിട്ടുന്നതിന് തടസ്സവുമില്ല. ശ്രേഷ്ഠവരങ്ങൾ ലഭിക്കാനായി ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് പറയുവാനാവില്ല. ആമീൻ. 1-ാം നൂറ്റാണ്ടിൽ ഈ കൃപാവരങ്ങളെ ഒക്കെ ആമീൻ ഉണ്ടായിരുന്നെങ്കിലും ദൈവവചനം എഴുതി പൂർത്തിയായതോടെ ഈ വരങ്ങളെല്ലാം നീങ്ങിപ്പോയി എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. അതിന് ആധാരമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങൾ ഇവയാണ്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. ഭാഷാപരമോ അത് നിന്നുപോകും. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ
ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. 1 കൊരിന്ത്യർ 13:8-12 വരെയുള്ള വാക്യം. ആമേൻ. ആയിരക്കണക്കിന് ഭാഷകളുണ്ടെങ്കിലും 4-5 ഭാഷകൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഭാഷകളും നമുക്ക് അന്യഭാഷയാണ്. എല്ലാ ഭാഷകളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അന്യഭാഷ എന്നൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു. ആമേൻ. അന്യഭാഷ വ്യാഖ്യാനം എന്നൊരു കൃപാവരത്തിന് പ്രസക്തി ഇല്ലാതാകുമായിരുന്നു. ഭാവിയിൽ എന്തൊക്കെ നടക്കുമെന്ന് അറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ആമീൻ പ്രവചനം എന്നൊരു കൃപാവരം ആവശ്യമായി വരുമായിരുന്നില്ല. നമ്മൾ സർവജ്ഞനായിരുന്നെങ്കിൽ ജ്ഞാനസമ്പാദനവും ആവശ്യമാകുമായിരുന്നില്ല. നമ്മുടെ ഭാഷാജ്ഞാനം പരിമിതമാണ്, അപൂർണമാണ്. ഭാവിയെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിവുള്ളൂ. നമ്മുടെ ജ്ഞാനവും അപൂർണമാണ്. അതുകൊണ്ട് ചില ഭാഷകൾ നമുക്ക് അന്യഭാഷയാണ്. ഭാവി അറിയാൻ പ്രവചനം ആവശ്യമായി വരുന്നു. ജ്ഞാന സമ്പാദനത്തിനായി വിദ്യാഭ്യാസം ചെയ്യേണ്ടതായും വരുന്നു. പക്ഷേ പൂർണ്ണമായ ഭാഷാജ്ഞാനം ഉണ്ടാകുമ്പോൾ അന്യഭാഷ എന്നൊന്ന് ഇല്ലാതാകും. കൃപാവരം ആവശ്യമില്ലാതാകും. ഭാവി കാണാനുള്ള കഴിവുണ്ടാകുമ്പോൾ പ്രവചനം ആവശ്യമില്ലെന്നാകും. പൂർണ്ണമായ ജ്ഞാനമുണ്ടാകുമ്പോൾ അംശമായ ജ്ഞാനം ഇല്ലാതാകും. കർത്താവിന്റെ വരവെങ്കിൽ നാം കർത്താവിന് സദൃശ്യരാകും. 1 യോഹന്നാൻ 3:2 വാക്യം. അന്ന് മാത്രമേ നാം പൂർണ്ണത പ്രാപിക്കൂ. അപ്പോൾ മാത്രമേ അംശമായ അവ നീങ്ങിപ്പോകൂ. പൗലോസിനെ പോലെ നമ്മളും കണ്ണാടിയിൽ കടമൊഴിയായി കാണുകയാണ്. അഭിമുഖമായും സ്പഷ്ടമായും കാണുന്ന നാൾ വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ഈ വിഷയം സംബന്ധിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അടിസ്ഥാന വേദോപദേശത്തിൽ ആമീൻ. സ്തോത്രം. അന്യഭാഷ അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വിശദമായി കേൾപ്പാനിടയായി. ദൈവം ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാടിയ ഗാനത്തിന്റെ ബാക്കി സ്തോത്രം അടികൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആനന്ദമേ, നിത്യാനന്ദമേ, ആത്മാവിനാനന്ദം പകരണമേ. ആനന്ദദായകനേശു മഹേശ, ആനന്ദം പകരുക നിൻ ഭക്തർമേൽ. ആനന്ദദായകനേശു മഹേശ, ആനന്ദം പകരുക നിൻ ഭക്തർമേൽ. പരിശുദ്ധനേ, പരിശുദ്ധനേ, പരിശുദ്ധാത്മാവിൻ ഉറവിടമേ, പകരുക അടിയങ്ങൾക്ക് അനുഗ്രഹം മഴ പോൽ, അനുഗ്രഹ കടലേ അഖിലേശ. ആമേൻ. മന്നവനേ, മഹോന്നതനേ, ആത്മാവിൻ മാരി ചൊരിഞ്ഞിടണേ. ദിവ്യമാരിയാൽ അടിയങ്ങൾ കുതിരട്ടെ, ആനന്ദ നദിയിലങ്ങലിഞ്ഞിടട്ടെ. ദിവ്യമാരിയാൽ അടിയങ്ങൾ കുതിരട്ടെ, ആനന്ദ നദിയിലങ്ങലിഞ്ഞിടട്ടെ. പരിശുദ്ധനേ, പരിശുദ്ധനേ, പരിശുദ്ധാത്മാവിൻ ഉറവിടമേ, പകരുക അടിയങ്ങൾക്ക് അനുഗ്രഹം മഴ പോൽ, അനുഗ്രഹ കടലേ അഖിലേശ. കൃപനദിയേ, കൃപനദിയേ, കൃപകളും വരങ്ങളും പകർന്നിടണേ. കൃപനിധിയേ, കൃപനിധിയേ, കൃപകളും വരങ്ങളും പകർന്നിടണേ. കൃപകളാൽ വരങ്ങളാൽ ജ്വലിച്ചിടുവാൻ ഞങ്ങൾക്ക് ആത്മാവിൻ അഗ്നിയെ കത്തിക്കണേ.
കൃപകളാൽ വരങ്ങളാൽ ജ്വലിച്ചിടുവാൻ ഞങ്ങൾക്ക് ആത്മാവിന് നീ കത്തിക്കണേ. പരിശുദ്ധനേ പരിശുദ്ധനേ പരിശുദ്ധാത്മാവിൻ ഉറവിടമേ, പകരുക അടിയങ്ങൾക്ക് അനുഗ്രഹം മഴ പോൽ, അനുഗ്രഹ കടലേ അഖിലേശ. പകരുക അടിയങ്ങൾക്ക് അനുഗ്രഹം മഴ പോൽ, അനുഗ്രഹ കടലേ അഖിലേശ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭാഗം അല്പം നീണ്ടുപോയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഇത് അറിഞ്ഞിരിക്കേണ്ട, അറിയേണ്ട, പാലിക്കേണ്ട, നമ്മളിൽ പ്രാപിക്കേണ്ട ഒരു ദൈവത്തിൻ്റെ അത്ഭുത വിഷയമാകിയാൽ ശ്രദ്ധയോടെ ഇത് ക്ഷമയോടെ കേൾപ്പാൻ അവസരമാകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അനു ശാമുവേൽ താൻ ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം.